കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അപ്പോ ചികിത്സയൊന്നും ഇല്ലെന്നാണോ വൈദ്യര് പറയുന്നത്? എളുപ്പത്തിലൊരു മറുമരുന്നില്ല, അതാണ് പ്രശ്നം. താലി കാക്കാൻ കനിവുണ്ടാവണം വൈദ്യരെ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ജീവന്റെ കൂടെ എന്റെ ജീവനും പോകും. കുട്ടികൾ അനാഥരാവുന്നുള്ളത് ഉറപ്പാ. ഇയാളുടെ ഉള്ളിൽ വിഷം ചെന്നിട്ട് എത്ര സമയമായെന്നാ പറഞ്ഞത്? കൃത്യമായിട്ട് അറിയില്ല വൈദ്യരെ. കുറച്ചു സമയം ആയി കാണും. വഴിയിൽ ആരും ശ്രദ്ധിക്കാതെ കിടക്കുമായിരുന്നു. 4 മണിക്കൂറിലധികമായെങ്കിൽ ആളെ തിരിച്ചു കിട്ടില്ലെന്ന് നിശ്ചയം. ഈശ്വര. പക്ഷേ 1 മണിക്കൂറിനുള്ളിലാണെങ്കിൽ പ്രതീക്ഷയ്ക്കൊരു വകയുണ്ടായിരുന്നു. എന്ത് വഴി? കരിചികിത്സ എന്നുള്ള ഒരു ശുശ്രൂഷാ രീതിയുണ്ട്. മറുമരുന്നല്ല, എന്നാലും ഫലം ചെയ്യും. വിഷാംശം രക്തത്തിലൂടെയാണ് വൃക്കകളിലേക്കും കരളിലേക്കും ഹൃദയത്തിലേക്കുമൊക്കെ പടരുന്നത്. വെള്ളത്തിൽ ലയിപ്പിച്ച് കരിയുടെ അംശം ഉള്ളിൽ ചെന്നാൽ വിഷാംശങ്ങൾ രക്തത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ കഴിയും. ഒപ്പം അത് ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. എന്നാൽ അതങ്ങ് ചെയ്യ് വൈദ്യര്. ഇനിയും വൈകിയ പ്രശ്നം വഷളാകുകയുള്ളൂ. ശരി, നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായ പ്രതീക്ഷയൊന്നും വേണ്ട. നന്നായി പ്രാർത്ഥിക്കുക. ജീവൻ പിടിച്ചു നിർത്താൻ ഭഗവാൻ കൂടി തുണയുണ്ടാവണം, എന്നാലേ നടക്കൂ. എന്റെ പ്രാണനുള്ളപ്പോ ഈ ജീവൻ അറ്റുപോകാൻ ഇടയാവല്ലേ ദേവി. എന്റെ താലി ഭാഗ്യം കാത്തോളണേ. ക്ലീറ്റസേ, ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് വിളിച്ചത്. ആരുടെയാണെന്നോ? ഇയാളിങ്ങ് വന്നാ മതി. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി, ഞാൻ വെക്കാം. എന്താ മോളെ, എന്തു പറ്റി? പാർട്ടി നടന്നില്ലേ? പാർട്ടിയൊക്കെ ഭംഗിയായി നടന്നേണ്ടി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ ചെന്നപ്പോ ആ അപശകുനം അവിടെ ഉണ്ടായിരുന്നു. ആര്? ശാലിനിയോ? അവള് തന്നെ. അവളെ മോൾ എന്തിനാ ശ്രദ്ധിക്കാൻ പോകുന്നത്? അതൊരടഞ്ഞ അധ്യായം. ഇനി ഒരിക്കലും തുറക്കാനാവാതെ കുടുംബശ്രീ ഹോട്ടലിന്റെ അടുക്കളയിൽ പുകഞ്ഞു തീർന്നോളൂ അവള്. അതല്ല ആന്റി, അവൾ ഇങ്ങോട്ട് കയറി കോർത്തു. എന്താ അവള് പറഞ്ഞത്? ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നു എന്ന് കരുതി ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന്.
അവൾക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ലെന്ന്. തോറ്റുപോയവളുടെ സങ്കടം അതങ്ങനെ വിട്ടേക്ക് മോളെ. ആന്റി, അതങ്ങനെ വിടാൻ പറ്റില്ല ആന്റി. നല്ല ആത്മവിശ്വാസത്തിൽ അവളുടെ സംസാരം. ഈ കല്യാണം നടക്കില്ല എന്ന് അവക്കെന്തോ ഉറപ്പുള്ളത് പോലെ. സത്യമായിട്ട് അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ആന്റി. അവൾ എന്ത് പ്ലാൻ ചെയ്യാനാ? മറ്റൊരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടല്ലേ നമുക്ക് അവളെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നത്. അവൾ എന്ത് നാടകം കളിച്ചാലും അത് ഈ സത്യഭാമയ്ക്ക് മുന്നിൽ വില പോവില്ല കേട്ടോ. ആന്റി, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഈ ഒരു വട്ടം കൂടി കല്യാണം മുടങ്ങിയ ജീവനോടെ ഉണ്ടാവില്ല ഞാൻ. അയ്യോ മോളെ. ആന്റി, ഈ കല്യാണം നിശ്ചയിച്ചത് സത്യഭാമയാണെങ്കിലേ അത് നടന്നിരിക്കും മോളെ. ആരൊക്കെ എതിര് നിന്നാലും. കല്യാണം മുടക്കാൻ നിന്റെ കയ്യിൽ എന്ത് തന്ത്രമുള്ളത് ശാലിനി? നീ ഒന്ന് സത്യം തുറന്നു പറയേ പ്ലീസ്. ശാലിനി ഒന്ന് പറ. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുമല്ലോ. അവസാനമായിട്ട് പറയേ ശാലിനി, ഇയാൾ അമ്മയോട് സത്യം എന്താന്ന് തുറന്നു പറ. അപ്പോ എന്നെ ഇഷ്ടമാണെന്ന് ഇയാള് കള്ളം പറയായിരുന്നല്ലേ? ആ, വെച്ച് വിളമ്പാനും ഇലയെടുക്കാനും മാത്രമല്ല, ഇലവടിച്ച് നക്കാനും നിൽക്കും ഇവളും ഇവളുടെ വീട്ടുകാരും. എന്താ കുഞ്ഞേച്ചി, അമ്പലത്തിൽ നിന്ന് വന്നപ്പോ മുതലൊരു മൂഡ് ഓഫ്? ഞാൻ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടു ശ്യാമേ. ആരെ? അവളെ തന്നെ, ആ സുസ്മിതയെ. എന്നിട്ട് കല്യാണം നടക്കാൻ പോകുന്ന ആനന്ദലഹരിയില അവള്. ഇനിയൊന്ന് താറടിക്കാൻ നോക്കി. എന്നിട്ട് കുഞ്ഞേച്ചി മറുപടി ഒന്നും കൊടുത്തില്ലേ? കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ അവളോട് മുഖത്തടിച്ച് പറഞ്ഞു. അപ്പോ അവളുടെ ആത്മവീര്യം അല്പം ചോർന്നതുപോലെ തോന്നി. കുഞ്ഞേച്ചി, ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരുമില്ല. കുഞ്ഞേച്ചി എന്നോടെങ്കിലും സംഭവിച്ചത് എന്താന്ന് പറയും. അമ്മയടക്കം ആരോടും പറയില്ല ഞാൻ. പറയാം മോളെ, നിന്നോട് മാത്രമല്ല, അമ്മയടക്കം എല്ലാവരോടും. പക്ഷെ ഇപ്പോഴല്ല, ഒരു 2 മാസത്തെ സമയം നീ എനിക്ക് തരണം. കുഞ്ഞേച്ചി എന്താ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന പോലെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? കല്യാണം വന്ന് മൂക്കിന്റെ തുമ്പത്ത് നിന്നിട്ട് കുഞ്ഞേച്ചിക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ. കുലുക്കം ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളിലതുണ്ട്, പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനൊന്ന് പതറിയ കൂടെയുള്ളവരെ തകർന്നു പോവും. അതിനു വേണ്ടിയല്ല കുഞ്ഞേച്ചി ഇത്രയും യുദ്ധം ചെയ്തത്. എങ്കിലേ
കല്യാണം നടക്കില്ല എന്ന് കുഞ്ഞേച്ചി തറപ്പിച്ച് പറയുന്നതിന്റെ കാരണമെങ്കിലും ഒന്ന് പറയും. അത് ഒരു വിശ്വാസം. മുകളിൽ ഈശ്വരനുണ്ടല്ലോ എന്നുള്ള വിശ്വാസം. അപ്പൊ ഈ കല്യാണം നടക്കാൻ സാധ്യത ഉണ്ടെന്നാണോ കുഞ്ഞേച്ചി പറയുന്നത്? എന്നിട്ടും എന്തിനാ കുഞ്ഞേച്ചി ആരോടും പറയാതെ ഈ രഹസ്യം ഇങ്ങനെ സൂക്ഷിക്കുന്നത്? സ്വന്തം ജീവിതമാ തകരുന്നതെന്നൊരു ഓർമ്മ വേണം. തകരുന്നതൊക്കെ തകർന്നോട്ടെ. പിന്നെ ഈ രഹസ്യം അത് ആരോടെങ്കിലും പറയാമായിരുന്നെങ്കിൽ വിഷ്ണുവേട്ടനോടെങ്കിലും പറഞ്ഞേനെ ഞാൻ. ശാലിനി, 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 വിഷ്ണുവേട്ടനല്ലേ അത്? ശാലിനി. 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 വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, എന്താ? ഈ ശാല നമ്മുടെ വീടാന്ന് കരുതിട്ടേ ഞാൻ കയറി വന്നത് കുടുംബശ്രീ ഹോട്ടലില്ല. സോറി. വിഷ്ണുവേട്ടാ, അവിടെ ഇരിക്കും. ശാലിനിയെ വിളി. ശാലിനിയെ. എന്തിനാ ഇപ്പൊ ശാലിനിയെ കണ്ടിട്ട്? അത് ഈ കോലത്തില്. അതെ, കോലത്തിലും ഒരു കുഴപ്പമില്ല. നീ ശാലിനിയെ വിളിടേ. അത് എന്തിനാന്ന് ചോദിച്ചേ. അവളെ കൊണ്ട് എനിക്ക് സത്യം പറയണം. വിളിക്കവിടെ. എന്ത് സത്യം? അവളെന്തിനാ ലോകത്തോടു കൂടെ കള്ളം പറയുന്നതെന്ന് എനിക്ക് ചോദിക്കണം. കുഞ്ഞേച്ചി പേടിക്കണ്ട മോളെ. നീ പേടിക്കണ്ട, ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാ. കണ്ണു തുറന്ന് ഇങ്ങോട്ട് നോക്ക്. ഈ നിൽക്കുന്നതാ ശാലിനി. ഞാനോ? രണ്ട് ശാലിനി ഉണ്ടാ? ഇപ്പൊ രണ്ടായിട്ടും നാലായിട്ടും ഒക്കെ തോന്നും. എന്നാ രണ്ടുപേരിൽ ഒരാൾ സത്യം പറ. ശരി, വാ, ഞാൻ പറയാം. വിഷ്ണുട്ട വാ, വാ. എനിക്ക് നീ പോയി എന്റെ ബാഗ് എടുത്തോണ്ട് വന്നേ. എന്തിനാ? ഞാൻ വിഷ്ണുവേട്ടനെ വീട്ടിലാക്കിയിട്ട് വരാം മോളെ. ഇന്ന് ഇവിടെ നിർത്തിയാ പോരെ കുഞ്ഞേച്ചി? വേണ്ട, ഇന്ന് ഇവിടെയാ രാത്രി തങ്ങിയെന്ന് സത്യാമ്മ എങ്ങനെ പറഞ്ഞു. പിന്നെ അതിനാവും ചന്ദ്രഹാസം എടുക്ക. അതിന്റെ പേരിൽ ഇനി ആകാശം ഇടിഞ്ഞ് വീഴണ്ട. ചെല്ല, നീ എടുത്തോണ്ട് വാ. ശരി. അതെ, ആ ഞാൻ മറ്റേ ആ ആ ആ വാ, എണീറ്റ് വാ. അതെ ശാലിനി, ആ സത്യം പറ. എവിടെ? പറയാം ശ്യാമേ. ആ പറയാം. ആ കുഞ്ഞേച്ചി എവിടെ? എവിടെ? ഞാൻ സത്യം പറ. ആ പറയാം. വാ, വാ. സൂക്ഷിച്ചു. ആ സൂക്ഷിക്കണം, നല്ലതാ. സൂക്ഷിക്കണം. അവളെ നീ ശാലിനി, നീ സത്യം പറ. സത്യം പറ. പറയാന്നേ. എന്ത്? വിഷ്ണുട്ട വന്നേ. സത്യം പറ. എന്തായി? അയാൾ എവിടെ? കാറേ കിട്ടിയോളൂ, അളിയനെ കണ്ടില്ല. അയാൾ പിന്നെ എവിടെ പോയെന്നാ? പെരുന്താന്നി പാലത്തിനപ്പുറത്ത് ഒരു മരത്തിനോട് ചേർന്ന കാറ് കണ്ടത്. ആളപായമൊന്നും ഉണ്ടായതായിട്ട് തോന്നിയില്ല. സംഭവം കണ്ടവരുമില്ല. ചോരക്കറയൊന്നും എവിടെയും പറ്റിയിട്ടുമില്ല. പിന്നെ അയാൾ എവിടെ പോവാനാ? മാഞ്ഞു പോയോ? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ ചേച്ചി?
ഹോസ്പിറ്റൽ മുഴുവൻ നിറങ്ങി. ഗോപാലകൃഷ്ണൻ എന്നൊരു പേരിൽ ഒരാൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോന്ന് വരെ ചോദിച്ചു. എവിടെയുമില്ല. പിന്നെ അയാൾ എങ്ങോട്ട് പോയി? ആളിന് തനിയെ എവിടേക്കും പോകാൻ ആരോഗ്യം ഉണ്ടാവില്ല. പരിസരത്തൊക്കെ ഞാൻ തപ്പിയതാ. പിന്നെ സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരാള് നമ്മളെക്കുറിച്ച് പരാതി പറഞ്ഞിരിക്കാനൊന്നും സാധ്യതയില്ല ചേച്ചി. അവശ നിലയിൽ ആരെങ്കിലും കണ്ടാലും നമ്മളെ വിവരം അറിയിക്കേണ്ടതല്ലേ? നീ വളച്ചു കേട്ടത് കാര്യം പറ ബാല. മനുഷ്യന്റെ ജീവിതം വെച്ചുള്ള കളിയാ. അളിയനെ അവശ നിലയിൽ കണ്ട ആദ്യം തന്നെ നമ്മളെ സംശയിക്കുന്ന ഒരു വീട്ടുകാരെ ഉള്ളൂ ചേച്ചി. അളിയൻ മിക്കവാറും അവരുടെ സംരക്ഷണയിലായിരിക്കും. എന്നാ കളി മാറുവേ. നിന്റെ സംശയം ശരിയാന്നാടാ എനിക്കും തോന്നുന്നത്. കുടുംബശ്രീ ശാരദ, അവള് തന്നെയാവും ഇതിനും പിന്നിൽ. കളി എങ്ങോട്ടാ മാറാൻ പോകുന്നെന്ന് നീ കണ്ടോ? ഷടാ, ഈ അമ്മ എന്താ ഫോൺ എടുക്കാത്ത? ഇതിപ്പോ നേരം കുറേ ആയല്ലോ. പതുക്കെ മോളെ, പതുക്കെ കോരട്ടാ. അച്ഛൻ. അമ്മേ, അച്ഛനെന്തു പറ്റി? അതൊക്കെ പറയാം. അവളെവിടെ? ശാലിനി. വിഷ്ണുവേട്ടൻ ഇവിടെ വന്നിരുന്നു. കുടിച്ചു ബോധമില്ലാതെ വന്നത്. ഏട്ടനെ കൊണ്ടാക്കാനായിട്ട് പോയതാ കുഞ്ഞേച്ചി. ഇതിനിടയിൽ അവളും. ഗോരട്ടമ്മാ, കിടക്കാം. അതൊക്കെ ഇവിടെ ഇരിക്കും. കിടക്കണോ? കുറച്ച് കഴിയട്ടെ. കുടിക്കാൻ വെള്ളവും മറ്റും എടുക്കണോ അമ്മേ? നേരം പുലരും വരെ പച്ചവെള്ളം തുടരുതെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ കുറച്ചേരം വെറുതെ ഇരിക്കട്ടെ. അച്ഛൻ ഇതെന്ത് പറ്റിയെന്ന് പറയമ്മേ. അസുഖം എന്തെങ്കിലും ആണോ? അസുഖമൊന്നും അല്ല മോളെ. അവള് കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്തു, അത്ര തന്നെ. ദൈവമേ, ആര്? ആ രാജേശ്വരിയോ? എന്നിട്ട് വീണു പോകുന്നതിന് മുമ്പ് അച്ഛൻ കാറെടുത്ത് ആ വീട്ടിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. റോഡിൽ കാറിന്റെ ഡോറ് തുറന്ന് ആള് വെളിയിൽ കിടക്കുന്ന രീതിയിലാണ് ഞാൻ കണ്ടത്. വൈദ്യശാലയിൽ എത്തിച്ച് തക്ക സമയത്ത് മറുമരുന്ന് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ അമ്മ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്?
അച്ഛനെ ഇനി ഇവിടെ നിർത്താന്നാണോ? തൽക്കാലം ഇവിടെ നിർത്തിയേ പറ്റൂ മോളെ. രാജേശ്വരി വിഷം കൊടുത്തു എന്ന് ഗോപാലേട്ടന് മനസ്സിലായി. വിവരം പുറത്തു പോകാതിരിക്കാനും സ്വത്ത് കൈവിട്ടു പോകാതിരിക്കാനും വേണ്ടിയേ ഇനി വേണമെങ്കിലും അവര് ഗോപാലേട്ടനെ കൊന്നിരിക്കും. കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മയെ പുറത്താരെങ്കിലും ഈ വിവരം അറിഞ്ഞോ? പുറത്താരും അറിയില്ല. അറിയാതെ നോക്കണം നമ്മള്. ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ ശാരദ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞാലേ എനിക്കത് കാര്യമൊന്നുമല്ല. പക്ഷേ ഗോപാലേട്ടൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ രാജേശ്വരിയും ബാലേന്ദ്രനും ഒക്കെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നെന്നിരിക്കും. അവര് ബലം പ്രയോഗിച്ച് ഗോപാലേട്ടനെ കൂട്ടിക്കൊണ്ടു പോയാലേ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റൂ.